ഹൃദയസ്പന്ദനവും ശ്വാസോച്ഛ്വാസവും നിലച്ച് ഒരു വ്യക്തി അബോധാവസ്ഥയിലാകുന്ന അവസ്ഥയാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ നാം പലപ്പോഴും കേൾക്കുകയും ചിലപ്പോൾ സാക്ഷികൾ ആകേണ്ടി വരികയും ചെയ്യുന്ന ഒരു അപകടമാണ് കുഴഞ്ഞു വീണ് മരിക്കുക എന്നത്. ഇതിന് കാരണം ഹൃദയസ്തംഭനമാണ്. ഈ അപകടാവസ്ഥ മനസ്സിലാക്കി എത്രയും വേഗത്തിൽ പ്രാഥമിക ചികിത്സയായ CPR ആരംഭിക്കാനുള്ള നടപടിയെടുക്കുകയും ചെയ്താൽ ഒരു വിലപ്പെട്ട ജീവൻ തന്നെ രക്ഷപ്പെടുത്താം. ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഒരാൾ കുഴഞ്ഞു വീണ ഉടനെ അയാളെ സമീപിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയൊരു സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. സുരക്ഷിതമായ സ്ഥലത്ത് രോഗിയെ മലർത്തിക്കിടത്തി ഇറുകിയ വസ്ത്രങ്ങൾ ആണെങ്കിൽ അവ നീക്കുക. രോഗിയുടെ 2 തോളലിലും ശക്തിയായി തട്ടി വിളിച്ച് രോഗി പ്രതികരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ഉടനടി ആംബുലൻസ് വിളിക്കുക. ഇതിനുശേഷം രോഗി ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇവ രണ്ടും സംഭവിക്കുന്നില്ലെങ്കിൽ രോഗിക്ക് ഹൃദയസ്തംഭനം വന്നു എന്ന് മനസ്സിലാക്കി ഉടനടി ഹൃദയസ്പന്ദന ശ്വസന പുനരുജ്ജീവന പ്രക്രിയ അതായത് CPR ആരംഭിക്കുക. CPR പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപായി രോഗിയുടെ വായ് തുറന്നു പിടിച്ച് ശ്വാസതടസ്സം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നീക്കം ചെയ്യുക. രോഗിയെ നിരപ്പായ കട്ടിയുള്ള പ്രതലത്തിൽ മുഖം മുകളിലേക്ക് ആകത്തക്ക വിധത്തിൽ മലർത്തിക്കിടത്തുക. കൈമുട്ടുകൾ നേരെ വരത്തക്ക വിധമാണ് കിടത്തേണ്ടത്. രോഗിയുടെ നെഞ്ചിലെ മധ്യഭാഗത്തുള്ള അസ്ഥിയുടെ നടുക്ക് നമ്മുടെ കൈ അമർത്തി 30 പ്രാവശ്യം മർദ്ദം ഏൽപ്പിക്കുക. നെഞ്ചിൽ മർദ്ദം ഏൽപ്പിക്കുന്ന വിധം. രോഗിയുടെ നെഞ്ചിലെ മധ്യഭാഗത്തുള്ള അസ്ഥിയെ ഒരു കൈപ്പത്തി വെച്ച് അതിനു മുകളിൽ നമ്മുടെ അടുത്ത കൈ വെച്ചതിന് ശേഷം വിരലുകൾ കോർത്തു പിടിച്ച് നമ്മുടെ കൈകളും തോളലും ശരീരത്തിൽ നിന്ന് 90 ഡിഗ്രി കോണിൽ വരത്തക്ക വിധം നിന്ന ശേഷം 30 തവണ അമർത്തുക. ഓരോ അമർത്തൽ കഴിയുമ്പോഴും രോഗിയുടെ നെഞ്ച് പഴയ നിലയിലേക്ക് വരുവാൻ അനുവദിക്കണം. 30 തവണ ഇങ്ങനെ ചെയ്തതിന് ശേഷം രോഗിയുടെ താടിയെല്ല് മുകളിലേക്ക് ഉയർത്തി വായിലൂടെ 2 തവണ ശ്വാസം കൊടുക്കുക. മർദ്ദം അമർത്തുന്നതിൻ്റെ വേഗത മിനിറ്റിൽ 100 തവണയും ആയിരിക്കണം. ആഴം 2 ഇഞ്ചും ആയിരിക്കണം. ശ്വാസം കൊടുക്കുന്ന വിധം. തല പുറകോട്ട് ചരിച്ചുകൊണ്ട് താടി മുകളിലേക്ക് ഉയർത്തുക. മൂക്കടച്ചു പിടിച്ചുകൊണ്ട് 1 സെക്കൻഡിൽ 1 എന്ന അനുപാതത്തിൽ 2 ശ്വാസം ശക്തമായി നൽകുക. ഈ സമയത്ത് രോഗിയുടെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ശ്വാസം കൊടുക്കുമ്പോൾ ഒരു തുവാലയോ കട്ടി കുറഞ്ഞ തുണിയോ രോഗിയുടെ വായയുടെ മുകളിൽ വെച്ചതിന് ശേഷം ശ്വാസം കൊടുക്കുകയാണെങ്കിൽ രോഗിയിൽ നിന്നും നമുക്കോ നമ്മളിൽ നിന്ന് രോഗിക്കോ രോഗങ്ങൾ പകരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനുശേഷം നെഞ്ചിൽ മർദ്ദം ഏൽപ്പിക്കുന്നത് തുടരാം. ഈ പ്രക്രിയ ഒരു പരിശീലനം ലഭിച്ച വ്യക്തി വരുന്നതുവരെ, അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നതുവരെ, അല്ലെങ്കിൽ ആ വ്യക്തി ശ്വാസം എടുക്കുന്നതുവരെ തുടരുക. ഡിഫിബ്രിലേഷൻ ചികിത്സ കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമാണ്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഹൃദയസ്തംഭനങ്ങൾക്കുള്ള പ്രധാന കാരണം ഹൃദയത്തിൻ്റെ വെൻട്രിക്കുലർ ഫൈബ്രിലേഷൻ എന്ന അവസ്ഥയാണ്. ഇതിൽ ഹൃദയത്തിന് താളം തെറ്റി ഹൃദയം വളരെ അനിയന്ത്രിതമായ അവസ്ഥയിൽ ചലിക്കുവാൻ തുടങ്ങുകയും രക്തചംക്രമണം സാധ്യമാകാത്ത ഒരവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഹൃദയത്തിന് കൊടുക്കേണ്ട ചികിത്സാ രീതിയാണ് ഡിഫിബ്രിലേഷൻ. ഈ ചികിത്സയിൽ നിയന്ത്രിതമായ അളവിൽ വൈദ്യുതി പ്രവാഹം ശരീരത്തിലേക്ക് കടത്തിവിട്ട് ഹൃദയം ചലനരഹിതമാക്കി അതിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നു. പണ്ട് ഡോക്ടർമാർ മാത്രം ചെയ്തിരുന്ന ഈ ചികിത്സ AED ആട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന ഉപകരണത്തിൻ്റെ വരവോടെ പരിശീലനം നേടിയ ഏതൊരാൾക്കും കൊടുക്കുവാൻ സാധിക്കുന്നു. നിയന്ത്രിതമായ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ വളരെ കൃത്യമായ പരിശീലനം ലഭിച്ചവർ മാത്രമേ ഡിഫിബ്രിലേഷൻ പ്രക്രിയ ചെയ്യാൻ പാടുള്ളൂ. ഹൃദയസ്തംഭനമുണ്ടായി ആദ്യ മിനിറ്റിൽ തന്നെ ഈ ചികിത്സ കൊടുത്താൽ ഫലം 90%, 10-ാം മിനിറ്റിലാണെങ്കിൽ 10% മാത്രവുമാണ്.
ഈ ഉപകരണം നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഇപ്പോൾ സ്ഥാപിച്ചു വരുന്നുണ്ട്. നന്ദി.